ലോകം ഉറ്റുനോക്കിയ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഉക്രൈൻ വിഷയത്തിൽ കൂടുതൽ ധാരണകളോ വ്യക്തതകളോ കൈവന്നില്ല എന്നുള്ള നിരീക്ഷണമാണ് പൊതുവെ ഉയരുന്നത്. പുടിനെ ശക്തനായ വ്യക്തിത്വത്തിനുടമ എന്നൊക്കെ ട്രംപ് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയിലെ അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ഫലം പക്ഷേ കൂടുതൽ വ്യക്തതകൾ നിറഞ്ഞതായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ട്രംപിന്റെ 4 മിനിറ്റ് നീണ്ട പ്രസ്താവനയും പുടിന്റെ 8 മിനിറ്റ് നീണ്ട പ്രസ്താവനയും വ്യക്തമാക്കുന്നത്. പരസ്പരം ശത്രു രാജ്യങ്ങളെന്ന് ലോകത്തിന് മുൻപിൽ തോന്നിപ്പിക്കുന്ന രാജ്യങ്ങളുടെ തലവന്മാർ ഒന്നിച്ചിരിക്കുക എന്നത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ പ്രധാന സംഭവങ്ങളിൽപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് അമേരിക്ക റഷ്യ രാഷ്ട്രത്തലവന്മാർ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും സെലൻസ്കിയും ഉക്രൈനും ചർച്ചാ വിഷയമാകുമ്പോൾ. എന്നാൽ ഇവിടെ ഉക്രൈൻ വിഷയത്തിൽ റഷ്യ അവരുടെ കടും പിടുത്തം തുടരുകയാണ്. നേരത്തെ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾക്കൊപ്പം ഉക്രൈന്റെ 20% ഭൂപ്രദേശങ്ങളും അവർക്ക് വേണമെന്നാണ് റഷ്യ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഉക്രൈൻ സമ്മതിക്കില്ല എന്നതും വ്യക്തമാണ്. മറ്റൊരു പ്രശ്നം ഉക്രൈന്റെ നാറ്റോ പ്രവേശനമാണ്. പൊതുവെ നാറ്റോക്കെതിരായ നിലപാടുള്ളയാളാണ് ഡൊണാൾഡ് ട്രംപ്. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ റഷ്യക്ക് അല്പം ആശ്വസിക്കാൻ കഴിഞ്ഞേക്കാമെങ്കിലും ഉക്രൈൻ ഭൂമിയുടെ കാര്യം അല്പം കടന്ന ശ്രമമാണ്. മാത്രവുമല്ല, ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിലുള്ള കെമിസ്ട്രിയെക്കുറിച്ചും ലോകത്തിന് നന്നായി അറിയാം. ഒന്നാം ട്രംപ് സർക്കാർ അധികാരത്തിൽ വരാൻ പുടിൻ ഇടപെട്ടു എന്നും ട്രംപിന് സഹായമുണ്ടായി എന്നുമെല്ലാം വാർത്തകളുണ്ടായിരുന്നു. അതൊന്നും പക്ഷേ ഇവർക്കിടയിലെ സൗഹൃദത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുൻ പ്രസിഡന്റാണ് അഥവാ ജോ ബൈഡനാണ് ഈ യുദ്ധം തുടങ്ങി വെച്ചതെന്ന പരാമർശം പുടിനിൽ നിന്നുണ്ടായത്. ട്രംപ് തന്നെയാണ് അധികാരത്തിലുണ്ടായിരുന്നതെങ്കിൽ ഈ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്നും പുടിൻ പറയുമ്പോൾ ഈ ചർച്ചയിൽ റഷ്യക്കനുകൂലമായ അന്താരാഷ്ട്ര നയങ്ങളിലെ ചില കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നത് മാത്രമാണ് ഇതിൻ്റെ ഫലം എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഉക്രൈൻ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ വിഷയത്തിൽ സെലൻസ്കി തന്നെ തീരുമാനമെടുക്കണം. അതിന് സെലൻസ്കി ഒരുക്കവുമല്ല. ഈ സാഹചര്യത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് വിഷയത്തിലെ ചർച്ചകൾ മാറ്റുകയാണ് ചെയ്തത്. അതിനായി ട്രംപിനെ മോസ്കോയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പുടിൻ. അടുത്ത ചർച്ച റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലാണ് നടക്കുക. ട്രംപ് ആ ചർച്ചയ്ക്കായി മോസ്കോയിൽ എത്തും എന്നുമാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. റഷ്യയുടെ നിലപാട് അംഗീകരിക്കാൻ സെലൻസ്കി തയ്യാറായില്ലെങ്കിൽ സെലൻസ്കിയോട് പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യപ്പെടുകയാണ് അടുത്ത ഘട്ടം. 2024 ഉക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നതാണ്. എന്നാൽ യുദ്ധമോ അടിയന്തര സാഹചര്യമോ നേരിടുന്ന പക്ഷം രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതില്ല എന്നാണ് ചട്ടം. ആ ആനുകൂല്യത്തിലാണ് സെലൻസ്കി ഇപ്പോഴും പ്രസിഡന്റായി തുടരുന്നതും. സെലൻസ്കി അട്ടിമറിക്കുവാനുള്ള നീക്കങ്ങളാകും ഇനിയുണ്ടാവുക എന്നും ഊഹിക്കാൻ കഴിയും. ഇതിനോട് ട്രംപിന്റെ താല്പര്യം ലോകം കണ്ടതുമാണ്. അങ്ങനെ സംഭവിച്ചാൽ ട്രംപിനും പുടിനും സ്വീകാര്യനായ ഒരാളെ പ്രതിഷ്ഠിക്കുകയാകും അടുത്ത ഘട്ടത്തിൽ ചെയ്യുക. ഏതായാലും ചർച്ച കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അത് പുടിന് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ ഈ ചർച്ചയുടെ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേവലം ഉക്രൈൻ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം വിമാനം കയറി പുടിനും ട്രംപും അലാസ്കയിൽ വരില്ല. അവർക്ക് ചർച്ച ചെയ്യാൻ ഏറെക്കുറെ മറ്റു വിഷയങ്ങളുണ്ട്. പൊതുവെ ഉക്രൈൻ വിഷയം ലോകം ചർച്ച ചെയ്യുമെങ്കിലും ഇതോടൊപ്പം ഈ രാജ്യങ്ങൾക്കിടയിൽ ആ രാജ്യ നേതാക്കൾ നടത്തുക പുതിയ ലോകക്രമത്തിൽ അവരുടെ സ്ഥാനങ്ങളും സ്വാധീനങ്ങളും രണ്ട് രാഷ്ട്രങ്ങൾക്കും ഗുണകരമാകുന്ന മറ്റു വിഷയങ്ങളുമൊക്കെ ആയിരിക്കും. ഉക്രൈൻ കേവലം മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ നൽകുന്ന ഒരു പുകപടലം മാത്രം. ചർച്ചയുടെ അനുരണനങ്ങൾ എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും.